ആരാധകർ കാത്തിരുന്ന ഏഷ്യ കപ്പ് ഫൈനൽ ഇതാ എത്തിയിരിക്കുന്നു. പാകിസ്ഥാനെതിരെ കിരീട പോരാട്ടത്തിനു വേണ്ടി ഇന്ത്യ ഇറങ്ങുമ്പോൾ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ ഒരു ചരിത്ര നേട്ടത്തിനരികിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സൂപ്പർ ഫോറിൽ അഞ്ചാമനായി ക്രീസിലെത്തിയെങ്കിലും 17 പന്തിൽ വെറും 13 റൺസ് എടുത്ത് പുറത്താവുകയുണ്ടായി. എന്നാൽ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ 5-ാം നമ്പറിലിറങ്ങി 23 പന്തിൽ 39 റൺസ് അടിച്ച സഞ്ജു ഇന്നും അതേ സ്ഥാനത്ത് തന്നെയാവും ഇറങ്ങുക എന്നാണ് കരുതുന്നത്. ഏഷ്യ കപ്പിൽ ഇതുവരെ 3 ഇന്നിങ്സുകളിൽ ബാറ്റ് ചെയ്ത സഞ്ജു 36 ശരാശരിയിൽ 127.05 സ്ട്രൈക്ക് റേറ്റിൽ 108 റൺസാണ് നേടിയിരിക്കുന്നത്. ഒമാനെതിരെ ഒരു അർദ്ധ സെഞ്ചുറിയും മാൻ ഓഫ് ദി മാച്ചും കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയുടെ ഇമ്പാക്ട് പ്ലെയറുമായി സഞ്ജു മാറുകയുണ്ടായി. ഇന്ന് പാകിസ്ഥാനെതിരെ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ സഞ്ജുവിനെ തേടിയെത്തുന്ന ചരിത്ര മുഹൂർത്തം എന്തെന്നാൽ പാകിസ്ഥാനെതിരെ വെറും 64 റൺസ് കൂടി നേടിയാൽ മൾട്ടിനേഷൻ T20 ടൂർണമെന്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന ബാറ്റർ എന്ന റെക്കോർഡ് സഞ്ജുവിന് സ്വന്തമാക്കാം. ധോണിയെയും പന്തിനെയും പിന്നിലാക്കാൻ ഒരു അവസരം കൂടിയാണിത്. 2024 T20 ലോകകപ്പിൽ 171 റൺസ് അടിച്ച ഋഷഭ് പന്തിന്റെ പേരിലാണ് നിലവിലുള്ള റെക്കോർഡ്. ഇന്ന് 47 റൺസ് കൂടി നേടിയാൽ ധോണിയെ മറികടന്ന് മൾട്ടിനേഷൻ T20 ടൂർണമെന്റിൽ കൂടുതൽ റൺസ് അടിച്ച രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആവാനും സഞ്ജുവിന് അവസരമുണ്ട്. 2007 ആദ്യ T20 ലോകകപ്പിൽ 154 റൺസ് അടിച്ചാണ് ധോണി 2-ാം സ്ഥാനത്തുള്ളത്. മറ്റൊരു വ്യക്തിഗത നേട്ടം കൂടി സ്വന്തമാക്കാൻ ഇന്ന് സഞ്ജുവിന് അവസരമുണ്ട്. ഇന്ന് പാകിസ്ഥാനെതിരെ 31 റൺസ് കൂടി നേടിയാൽ T20 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കാനും സഞ്ജുവിനാവും. നിലവിൽ 48 മത്സരങ്ങളിൽ 3 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും അടക്കം 26.18 ശരാശരിയിൽ 149 സ്ട്രൈക്ക് റേറ്റിൽ 969 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. സഞ്ജു പറഞ്ഞതുപോലെ ചിലപ്പോൾ ഹീറോ ആവേണ്ടി വരും, ചിലപ്പോൾ വില്ലൻ ആവേണ്ടി വരും, ഇനി അതുമല്ലെങ്കിൽ ജോക്കർ ആവേണ്ടി വരും. എന്തൊക്കെയായാലും ടീം അനുശാസിക്കുന്ന ഏത് റോളിലും താൻ ഓക്കെയാണ് എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞിരിക്കുന്നത്. ഗൗതം ഗംഭീറിന് സഞ്ജു സാംസണോട് ചില മുഷിപ്പുകേടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചില നിരൂപകരുടെ പ്രശംസകളും കഴിഞ്ഞ കളിയിലെ 39 റൺസുമെല്ലാം ഗൗതം ഗംഭീറിന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീർ സഞ്ജുവിനെ ഓപ്പണിങ്ങിന് പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണിംഗ് കയറാൻ സാധ്യതയുണ്ട് എന്ന് ചില നിരൂപകർ അവരുടെ വിലയിരുത്തലുകൾ വ്യക്തമാക്കുകയുണ്ടായി. എന്നിരുന്നാലും ഏത് റോളാണെങ്കിലും കളിയുടെ സന്ദർഭം എത്തരത്തിൽ മാറിയാലും ഏത് സാഹചര്യത്തിലും പ്രയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ ഒരു വജ്രായുധം തന്നെയാണ് നമ്മുടെ മലയാളി സഞ്ജു സാംസൺ എന്ന് പറയാതെ വയ്യ. ഇന്നത്തെ കളിയിൽ സഞ്ജു സെഞ്ചുറി അടിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരും ഏറെയാണ്. കാരണം സഞ്ജുവിലൂടെ ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടം ചൂടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ക്രിക്കറ്റർ അത് സഞ്ജു സാംസൺ തന്നെയാണ്. ദുബായിൽ സഞ്ജുവിൻ്റെ പേരും അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ഒരു സാന്നിധ്യവും വരുമ്പോൾ തന്നെ ക്രൗഡെല്ലാം ഇറപ്റ്റ് ആവുകയാണ്. അത്രത്തോളം ഒരു വിജയ് സിനിമയൊക്കെ കാണാൻ പോകുന്ന പ്രതീതിയാണ് സഞ്ജുവിനെ കാണുമ്പോൾ ആരാധകർക്കുള്ളത്. പാകിസ്ഥാന് പോലും സഞ്ജുവിനെയാണ് ഭയം എന്ന വിധത്തിൽ ന്യൂസുകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചില വൃന്ദങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കളിക്കാരൻ അഭിഷേക് ശർമ്മയല്ല, സഞ്ജു സാംസൺ എന്നാണ്. കാരണം അവരത്രത്തോളം ഭയക്കുന്നുണ്ട്. സഞ്ജു ക്രീസിലെത്തിയാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്ന് ഒട്ടും പറയാനാകില്ല. കളിയുടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും അത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഞ്ജു ഏത് സ്ഥാനത്ത് കയറും എന്ന ഒരു ധാരണ എതിർ ടീമിന് ഇല്ലാത്തത് തന്നെ നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഒരു എക്സ് ഫാക്ടർ തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസൺ. ഇന്നത്തെ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അരങ്ങേറുമ്പോൾ സഞ്ജുവിൻ്റെ ഒരു മികച്ച പ്രകടനവും അതോടൊപ്പം തന്നെ ഇന്ത്യ കിരീടം ചൂടുന്നതും കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.